ഇക്കഴിഞ്ഞ മെയ് ദിനത്തിൽ ഇസ്ലാമോഫോബിയ വാച്ച് എന്ന വെബ്സൈറ്റിൽ സഖാവ് പി ജെ ജെയിംസ് ഒരു ലേഖനം എഴുതിയിരുന്നു. ഇപ്പോൾ സഖാവ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും CPIM, CPM, CPI തുടങ്ങിയ RSP തുടങ്ങിയ ചില പ്രത്യേക പാർട്ടിക്കാർ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു ചിന്ത പലർക്കുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസം ഒരു വ്യക്തിപരമായ ഒരു കഴിവല്ല. ഒരാൾ ഒരു വിശ്വാസിയാണ്, വെജിറ്റേറിയൻ ആണ്, യുക്തിവാദിയാണ് എന്ന് പറയുന്ന പോലെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഇൻഡിവിജ്വൽ ഒരു ആട്രിബ്യൂട്ട് അല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു കമ്മ്യൂണിൻ്റെ ഭാഗമായി. ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾ ഒരു കമ്മ്യൂണിൻ്റെ ഭാഗമായിരിക്കുകയും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും കോൺക്രീറ്റ് സിറ്റുവേഷൻസിൽ കോൺക്രീറ്റ് അനാലിസിസ് നടത്തി ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്തിലെത്തിക്കും. ഈ ട്രൂത്തിനെ സമൂഹത്തിനെ മാറ്റുന്ന ചാലകശക്തിയാക്കി മാറ്റി ആ സമൂഹത്തെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിൽ എത്തിച്ച് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുക എന്നുകൂടി ഒരു കമ്മ്യൂണിസ്റ്റിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ കമ്മ്യൂണിസ്റ്റ് ലോകത്ത് എങ്ങും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ പറയുന്നൊരു കാര്യമാണ്, കാൾ മാർക്സ് പറയുന്ന പോലെ ഈ ചരിത്രവൽക്കരിക്കുക എന്ന് പറയും. ഏതൊരു സാമൂഹിക പ്രശ്നങ്ങളെയും മനസ്സിലാക്കാനും അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനും അതിനാദ്യം ചെയ്യേണ്ടത് ഈ സാമൂഹിക പ്രശ്നത്തെ ഹിസ്റ്റോറിസൈസ് ചെയ്യുക അഥവാ ചരിത്രവൽക്കരിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ചരിത്രപരമായി നോക്കുമ്പോൾ കമ്മ്യൂണിസത്തിന് ഈ ക്ലാസ് മാറാണെന്ന് പറയുമ്പോൾ അത് തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന വർക്കിംഗ് ക്ലാസ് മൂവ്മെൻ്റ് ആണ് എന്ന് പറയുമ്പോൾ പോലും ഇത് കേവലമായി ഒരു വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് മാത്രമായിട്ട് നിന്ന ഒരു സംഗതിയേ അല്ല. ഈവൻ ദോ ലോകത്തിൻ്റെ ഇടങ്ങളിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകൾ അവിടുത്തെ ഭൂരിപക്ഷ പ്രത്യയശാസ്ത്രമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും അവിടുത്തെ ഈ പലതരം ഐഡൻറ്റിറ്റികളെ പല കമ്മ്യൂണിസ്റ്റുകളും തള്ളി പറയുമ്പോൾ പോലും നമുക്ക് ചരിത്രം നോക്കിയാൽ ഇവിടുത്തെ കേവലമായ ഒരു വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വർഗത്തിനെ മാത്രം വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റിനെക്കുറിച്ചായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. മർദ്ദിത ജനവിഭാഗം എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം ഒരു കമ്മ്യൂണാണ് ഉണ്ടായി വരേണ്ടതെന്നും ഈ മർദ്ദിത ജനതയുടെ എല്ലാം പ്രശ്നങ്ങൾ കമ്മ്യൂണിസത്തിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടതെന്ന് തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ കരുതിയിരുന്നത്. അതായത് കറുത്തവരുടെ കയ്യിലെ അധ്വാനത്തിന് മോചനം കിട്ടാതെ വെളുത്തവർക്കും മോചനമില്ല എന്ന് കാൾ മാർക്സ് വളരെ കൃത്യമായി വഹിക്കുന്നുണ്ട്. അതിലൊരു പ്രമുഖമായ ഒരു പഠനം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. അത് സഖാവ് പി ജെ ജെയിംസ് തൻ്റെ ലേഖനത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കോട്ട് ചെയ്ത് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് സെപ്റ്റംബർ 1920 അസർബൈജാനിലെ ബക്കു എന്ന് പറയുന്ന സ്ഥലം, ബക്കു എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഓയിൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഈ 1920 സെപ്റ്റംബറിൽ ബക്കു കോൺഫറൻസ് എന്ന് പറയുന്ന, അതായത് കോൺഗ്രസ് ഓഫ് ദ പീപ്പിൾസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്, അവിടെ ഒരു കോൺഫറൻസ് നടത്തിയിരുന്നു. ഏകദേശം ഏഷ്യയിൽ നിന്നുമായിട്ടും മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഏകദേശം 2000-ഓളം പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ലെനിൻ്റെ തൊട്ട് താഴെ ലെനിനോളം പവർഫുള്ളായിരുന്ന ഒരു ബോൾഷെവിക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗ്രിഗറി സിനവേവ് എന്നാണ്. ഈ ഗ്രിഗറി സിനവേവ് അവിടെ ഒരു ട്രീറ്റിസ് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കേവലം അധ്വാനിക്കുന്ന, അതായത് അതിപ്പോൾ അഗ്രേറിയൻ തൊഴിലാളി ആയാലും ഇൻഡസ്ട്രിയൽ മേഖലയിലുള്ള തൊഴിലാളി മാത്രമല്ല, ഈ രണ്ട് വിഭാഗം തൊഴിലാളികൾ മാത്രമല്ല, അല്ലെങ്കിൽ പെസൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് മാത്രമല്ല, മർദ്ദിത ജനതാ വിഭാഗം എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം കൂടി ഒരു മൂവ്മെൻ്റാണ് എന്നും അതിൽ വിശിഷ്യ ഇപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത്, ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസത്തിലെ ആൾക്കാർ വളരെ പരിപാവനമായി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ കൂടിയും ജിഹാദ് എന്ന് പറയുന്നത് അത് ക്ലാസ് വാറിൻ്റെ മറ്റൊരു അറബിക് നാമമായിട്ട് ഇദ്ദേഹം, അതായത് ഗ്രിഗറി സിനവേവ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെസ്റ്റിൽ നിന്നുള്ള ചില കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഇതിന് വിമർശനം ഉണ്ടെങ്കിൽ, അതായത് വിശ്വാസികൾ പരിമാവനമായി കാണുന്ന ഒരു കാര്യത്തെ ഭൗതികവാദ പാതകൾ പിന്തുടർന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്തിനാണ് പിൻപറ്റുന്നത് എന്നൊരു ചോദ്യം വന്നപ്പോൾ പോലും, അതായത് ഈ സോളിഡാരിറ്റി എന്ന് പറയുന്നത്, വർക്കേഴ്സ് സോളിഡാരിറ്റി എന്ന് പറയുന്നത് കേവലമായ പണിയെടുക്കുന്നവർ മാത്രമല്ല, എവിടെയൊക്കെ എന്തൊക്കെ തരം വിവേചനങ്ങൾക്ക് ഇരയാകുന്നുവോ അവർക്കെതിരെയെല്ലാം ഉള്ള ഒരു മൂവ്മെൻറ്റ്, അത്തരം വിവേചനങ്ങൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി വരിക എന്നതാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് ക്ലാസ് വാറിൻ്റെ അറബിക് നാമമാണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് മാത്രമല്ല, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇഗലിറ്റേറിയൻ കമ്മ്യൂണിസം പോലെ തന്നെ ഒരു ഇഗലിറ്റേറിയൻ ഐഡിയോളജി ആയിട്ട് അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം ഇസ്ലാമിനെ അംഗീകരിച്ചുകൊണ്ടല്ല, അദ്ദേഹം ഒരു സോൾഡാരിറ്റി എന്ന രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ക്ലാസ് മാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും ബഹുജൻസിനെയും കൂട്ടിച്ചേർന്നുള്ള, ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പീഡിത സമൂഹമായ മുസ്ലിങ്ങളെ കൂടി ഉള്ള സോൾഡാരിറ്റി കൂടിയാണ്
ഈ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റിൽ ആദ്യം വരുന്നത്. അതായത് ഒരു പ്രോളിറ്റേറിയറ്റ് റെവല്യൂഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള, അത് കേവലമായ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം മാത്രമായിട്ടല്ലാതെ ഉള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ് ചരിത്രപരമായി കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ ഈ ചരിത്രം ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ മറന്നു പോവുകയോ അതോ അത് തൃണവൽഗണിക്കുകയോ അവർ ചെയ്യുന്നതായി നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം കേരളത്തിൽ നിന്ന് പല കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാം ഹോബിക്കായിട്ടുള്ള പ്രസ്താവന പറയുന്നു, പ്രചരിപ്പിക്കുന്നു. അടിസ്ഥാനപരമായി ഇസ്ലാം ഹോബിയ എന്ന് പറയുന്നത് ഏജൻസി ഓഫ് ദ മുസ്ലിംസിനെ മാനിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സംഘടനത്തെ തള്ളിപ്പറയുക, മാനിക്കാതിരിക്കുക എന്ന് മാത്രം കൂടിയല്ല, അവരെ തീവ്രവാദവൽക്കരിക്കുക, ഭീകരവൽക്കരിക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പം നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ, എനിക്ക് കമ്മ്യൂണിസ്റ്റുകളോട് പറയാനുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുക, ചരിത്രവൽക്കരിക്കുക എന്ന കാൾ മാർക്സിൻ്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുക. പക്ഷേ ഇവിടെ എന്നാൽ ഇതിനു മുമ്പ് ജർമ്മനിയിൽ ഇതുപോലെ വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് അവിടുത്തെ മർദ്ദിത ജനത കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ നാസികൾ വിളിച്ചിരുന്നത് ജൂതായോ ലെഫ്റ്റിസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ജൂതായോ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാസി കൊയിനേജാണ് എന്ന് പറയുമ്പോൾ ഇന്ന് അത് കമ്മ്യൂണിസ്റ്റുകളെ വിളിക്കുന്നത് ഇസ്ലാമോ ലെഫ്റ്റിസ്റ്റുകൾ എന്നാണ്. അപ്പോൾ നമ്മളത് തിരിച്ചറിയണം. ഇന്ത്യയിൽ ആരെങ്കിലുമൊക്കെ ഇരുന്ന് ഇവരെ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞ് ഇസ്ലാമോ ലെഫ്റ്റിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവർ പിൻപറ്റുന്നത് നാസി ഐഡിയോളജി അഥവാ വലതുപക്ഷ ഭീകരവാദ ഐഡിയോളജി ആണ് എന്നും അവർ വന്നു നിൽക്കുന്നത് ഇമ്പീരിയലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രിഗറി സിനിമയും അടക്കമുള്ള ബോൾഷെവിക്സും അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെല്ലാം പറഞ്ഞിരുന്നത് നമ്മുടെ അടിസ്ഥാന ശത്രു എന്ന് പറയുന്നത് ഇമ്പീരിയലിസമാണ്. ഈ ഇമ്പീരിയലിസത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ തടുത്തുകൊണ്ട് ജനങ്ങളുടെ മെറ്റീരിയൽ കണ്ടീഷൻ മാറ്റിമറിക്കുക എന്നതാണ്, ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് ശ്രമിക്കുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായും ഈസ്റ്റിൽ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ അടക്കം അടിച്ചമർത്തിയിരുന്നു. ആ അടിച്ചമർത്തലിനെതിരെ കൂടിയുള്ളതാണ് വർക്കിംഗ് ക്ലാസ് മൂവ്മെൻറ്റ് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനത്തിൽ അവരുടെ ഒരു മുന്നുപാധി കൂടിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിൽ ഇന്നത് കമ്മ്യൂണിസ്റ്റുകൾ പലപ്പോഴും ഇസ്ലാമോഫോബിക്കായിട്ടുള്ള പ്രസ്താവന പറയുന്നു, ഇസ്ലാമോഫോബിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പോലും ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയയുടെ മെയിൻ ഉൽപ്പാദകർ എന്ന് പറയുന്നത് ഹിന്ദു ഫാസിസ്റ്റുകൾ തന്നെയാണ്. ഹിന്ദുത്വം എന്നത് വെടിയുണ്ടയാണ് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ നമ്മൾ കാണുന്നത് ഹിന്ദുത്വം എന്ന വെടിയുണ്ടയെ മാറ്റി നിർത്തിയിട്ട് ഹിന്ദു എന്ന വെടിയെ നമസ്കരിക്കുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയും. മാത്രമല്ല കേവലമായ ഹിന്ദു ഫാഷിസ്റ്റ് വിരുദ്ധത കൊണ്ട് മാത്രം നമുക്ക് ഇസ്ലാമോഫോബിയ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സംഘടനത്തെ മാനിച്ചുകൊണ്ടും എന്നാൽ അവരുടെ വിമർശന വിധേയമാക്കുമ്പോൾ തന്നെ ഇസ്ലാം എന്ന ഐഡിയോളജിയോട് വിമർശനങ്ങൾ ഉള്ളപ്പോൾ പോലും അവരുടെ ഏജൻസിയെ, മുസ്ലിങ്ങളുടെ ഏജൻസിയെ അല്ലെങ്കിൽ അവരുടെ ഒരു തുല്യ പൗരത്വമുള്ള മനുഷ്യരെ കാണേണ്ടതും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുക